തൃശ്ശൂരിലെ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിൽ കഴിഞ്ഞ ദിവസം അതിന്റെ പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുള്ളത് അവിടുത്തെ അന്നത്തെ SP ആയിരുന്ന അദ്ദേഹത്തിന് ഈ പൂരവും അതുപോലെ തന്നെയുള്ള ആഘോഷങ്ങളിലും അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടോ അത്തരം കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് ഏർപ്പെടുത്തുക, എങ്ങനെയാണ് ചെയ്യുക എന്നതിലുള്ള പരിചയക്കുറവ് മൂലമാണ് ഇത്തരം ഒരു പൂരം കലങ്ങിയത്, തൃശ്ശൂർ പൂരം കലങ്ങിയത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ്, റിപ്പോർട്ടാണ് പുറത്തു വന്നത്. എന്നാൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിട്ടുള്ളത് ADGP ആണ് ഈ പൂരം കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ വാർത്തയിൽ വന്നിട്ടുള്ളത് ADGP ഇടപെട്ടുകൊണ്ടാണ് ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളിലേക്ക്, സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടത് എന്നാണ്. ADGP അജിത് കുമാർ ആണ് ഇതിന് ഉത്തരവാദി എന്നുള്ള രീതിയിൽ പോലീസല്ല, ഈ റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ്. അതായത് കേരളത്തിലെ പോലീസിന്റെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച്, പോലീസിനെ നിരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ നിരീക്ഷിക്കാനും സാമൂഹിക സംഗതികളിൽ, സർക്കാരിന്റെ ഇത്തരം സംഗതികളിൽ അന്വേഷണം നടത്താനും രഹസ്യാന്വേഷണം നടത്താനും അതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങളിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന ഒരു പോലീസിന്റെ ഇടയിൽ തന്നെയുള്ള സംവിധാനമാണല്ലോ സ്പെഷ്യൽ ബ്രാഞ്ച്. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ന് വന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂര നിയന്ത്രണങ്ങളിൽ ADGP ഇടപെട്ടിട്ടുണ്ട്, ഇത് ദുരൂഹമായ കാരണങ്ങളുണ്ട് ഇതിന് പിന്നിൽ എന്നാണ്. ഏതായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം തന്നെ ADGP ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു കുഴപ്പക്കാരനുമല്ല എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ആരോപണങ്ങൾ ആദ്യം ഉയർത്തിക്കൊണ്ടുവന്ന PV അൻവർ അടക്കമുള്ളവരെ മുഖ്യമന്ത്രി ശക്തമായി വിമർശിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇന്ന് വന്ന വാർത്ത എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം. പൂരം നിയന്ത്രണങ്ങളിൽ ADGP MR അജിത് കുമാർ ഇടപെട്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പൂരത്തിന് നിയന്ത്രണങ്ങൾ നിർദ്ദേശിച്ചത് ADGP ആണ്. ഇതിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. പൂര ദിവസവും തലേ ദിവസവും അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു. പൂരം കലങ്ങിയപ്പോൾ ADGP സ്ഥലത്തെത്തി. പുലർച്ചെ മടങ്ങിയ ADGP പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഹരി, പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ADGPക്ക് തന്നെ ഉയരുന്ന സാഹചര്യത്തിലാണ് ADGPയെ കൂടുതൽ സംശയനിഴലാക്കുന്ന ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൂടെ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ? ജെസ്സി, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പ്രകാരം ADGP പൂരത്തിന്റെ നിയന്ത്രണങ്ങളിൽ ഇടപെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് തൃശൂർ പൂരത്തിന്റെ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ ADGP ക്യാമ്പ് ചെയ്തിരുന്നു, തൃശൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലടക്കം സൂചിപ്പിക്കുന്നത്. അതായത് ഇത്ര ദിവസവും CP അടക്കം പറഞ്ഞ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ADGPയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൂടിയാണ് തെളിയിക്കുന്നത്. മാത്രമല്ല, പൂരത്തിന്റെ നിയന്ത്രണങ്ങളിൽ ADGP കൃത്യമായി ഇടപെട്ടു എന്നുള്ളത് കൂടിയാണ്. അതായത് ഈ സംഭവം നടക്കുന്ന, അതായത് പൂരം കലങ്ങുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ്, അതായത് 2-3 ദിവസങ്ങൾക്ക് മുൻപ് ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ട് ADGP ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിച്ചു. അതായത് അധികമായി ബാരിക്കേഡുകൾ അടക്കം വെച്ചുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ADGP നിർദ്ദേശിച്ചത് എന്ന അടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, അവിടെ തൃശ്ശൂരിൽ തങ്ങുകയായിരുന്നു ADGP. പൂരത്തിന്റെ തലേ ദിവസവും പൂരത്തിന്റെ ദിവസവും, അതായത് പൂരം കലങ്ങിയ ദിവസവും ADGP തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. തൃശ്ശൂരിലെ പോലീസ് അക്കാദമിയിലാണ് ADGP ഉണ്ടായിരുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് കൂടാതെ തന്നെ പൂരം കലങ്ങിയ ദിവസവും ഉന്നത ഉദ്യോഗസ്ഥനായ ADGP അവിടെ ചെന്നിരുന്നു. അവിടെ ചെന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള വിവരമാണ് ഇനി പുറത്തു വരേണ്ടത്. പൂരം കലങ്ങിയ ദിവസം സ്ഥലത്തെത്തിക്കൊണ്ട് സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണ് ADGP ചെയ്തത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നതെങ്കിൽ പോലും അക്കാര്യങ്ങളൊന്നും തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ അവിടെ ചെന്നത് എന്തിനാണ്? അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ADGPയുടെ ഒരു ഇടപെടൽ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് ഇടപെടലാണ്? സംഘാടകരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ADGPയുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. ഈ 2 ദിവസം
ഓക്കെ. അപ്പോ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ വിഷയത്തിൽ. ആരോപണങ്ങളല്ല, ഗുരുതരമായ റിപ്പോർട്ടാണ് ADGPക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി ഏത് രീതിയിൽ പറഞ്ഞാലും ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് PV അൻവർ ഉയർത്തിവിട്ട ആ ഒരു ആരോപണങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയാണോ പൂരം കലക്കിയത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ അവിടെ മത്സരിച്ച CPI സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ അടക്കം ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തെ CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ ഇതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുള്ള, പോലീസിന്റെ അത്തരം നീക്കങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയൽ കൂടി അവർ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇതിൽ ഏറ്റവും വില നൽകേണ്ടി വന്നിട്ടുള്ള ഒരു വിഭാഗം എന്നുള്ളത് അവിടെ മത്സരിച്ച VS സുനിൽകുമാറും K മുരളീധരനും അടക്കമുള്ള ആളുകളാണ്. അവർ സുരേഷ് ഗോപിക്ക് ഇത്തരം ഒരു വിജയമുണ്ടായപ്പോൾ ഈ ഒരു പൂരം കലക്കൽ അതിൽ കൃത്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഒരു പൂരം മനഃപൂർവ്വം കലക്കിയതാണ് എന്ന് നമുക്കറിയാം. കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വെടിക്കെട്ട് പൂരമാണ് തൃശ്ശൂർ പൂരം എന്നുള്ളത്. ആ ഒരു കേരളത്തിലെ തന്നെ ഒരു വലിയൊരു ജനവിഭാഗം വളരെ വളരെ നല്ല രീതിയിൽ വളരെ ആദരവോടെ കാണുന്ന, വളരെ അവരെ വളരെ വൈകാരികമായി കാണുന്ന ഒരു പൂരത്തെയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് പോലീസിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാൾ തന്നെ അതിനെ അലങ്കോലമാക്കി എന്നുള്ളത്, അത് ചില ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് മാറുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിൽ ആരോപണങ്ങൾ പലവിധമുണ്ട്. ADGP അവിടെ ക്യാമ്പ് ചെയ്തത് മുതൽ, ADGP ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിയത് മുതൽ, ഇങ്ങനെ തുടങ്ങിയ ഓരോ വിഷയത്തിലും അവിടെ കൃത്യമായിട്ട് ADGPയുടെ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ കൃത്യമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളും ആകെ തന്നെ നിർദ്ദേശിച്ചത് ADGP ആണ്. അതിൽ SP തീരുമാനമെടുത്തതല്ല. ADGP തന്നെയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ പൂരം ഈ രീതിയിൽ അലങ്കോലമാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചത് എന്നാണ്. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ADGP തന്നെ നേരിട്ട്. തൃശ്ശൂരിൽ 2 ദിവസം ഇതിനു വേണ്ടി തങ്ങി. അപ്പോൾ പൂരം കലങ്ങിയപ്പോൾ അപ്പോൾ തന്നെ സ്ഥലത്തെത്തി. പുലർച്ചെ മടങ്ങിയ ADGP പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. ഇങ്ങനെ നീളുകയാണ് ഈ ആരോപണങ്ങൾ. ഇത് എന്നുള്ളത് വളരെ വളരെ ഗുരുതരമായ കാര്യങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഉത്സവങ്ങൾ അല്ലെങ്കിൽ വെടിക്കെട്ട് പൂരങ്ങൾ അമ്പലവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ചർച്ചുകളുമായി ബന്ധപ്പെട്ടതോ എന്ത് കാര്യമായാലും, ആഘോഷങ്ങളോ അല്ലെങ്കിൽ പൂരങ്ങളോ പെരുന്നാളോ ഏത് ഒരു കാര്യത്തിലും ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി പോലീസിലെ ഉയർന്ന ആളുകൾ തന്നെ ഇടപെടാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ നിസ്സാരമായ ഒരു സംഗതി, ഒരു ഉരസൽ മതി ഇത്തരം വലിയ കാര്യങ്ങൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കും അതോടൊപ്പം തന്നെ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്കും ജനങ്ങളുടെ ഇടയിൽ വൈകാരികമായ ആളിക്കത്തുകളിലേക്കും കാരണമായേക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംഗതി ഉണ്ടായപ്പോൾ, സർക്കാരിന് ഇത്തരം ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആദ്യം ADGPക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചത് ADGPക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നു. അതോടൊപ്പം തന്നെ ആ റിപ്പോർട്ട് തന്നെ വെറും SP-യുടെ പരിചയക്കുറവ് മാത്രമാണ് ഇതിന് കാരണം എന്നുള്ള രീതിയിൽ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അതിനെതിരെ ഭരണകക്ഷിയിലെ തന്നെ പ്രധാനപ്പെട്ട CPI-യും രംഗത്ത് വന്നു. അതോടൊപ്പം തന്നെ ഇന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും കൂടി പുറത്തു വന്നതോടുകൂടി ഇതിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ADGPയുടെ പങ്ക് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന ഭരണകൂടവും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ CPM എന്നുള്ള പാർട്ടിയും ഈ ഒരു വിഷയത്തിൽ ഒരു രീതിയിലും ADGPക്കെതിരെ രംഗത്ത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തരം ആരോപണങ്ങൾ ADGPക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന PV അൻവറിനെ ശാസിക്കുകയും അൻവറിനോട് നിശബ്ദമായി നിൽക്കണമെന്നും ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ ഇത്തരം കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയോ ഇനി മുതൽ പാടില്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയും പൂർണ്ണമായിട്ടും ADGPയെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ
ഇതില് ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിൽ ആരോപണ വിധേയരായവരെയൊക്കെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം ഈ ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടി ഈ വിഷയം തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് ഉണ്ടായ അപ്രതീക്ഷിത വിജയം ഈ വൈകാരിക മുതലെടുപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിജയമാണ് എന്നുള്ള രീതിയിലുള്ള കാരണങ്ങൾ ഉണ്ടായി എന്ന് ഉള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ സർക്കാർ ഇനി എന്താണ് ചെയ്യാൻ പോകുക എന്നുള്ളത് ആളുകൾ കേരള പൊതുസമൂഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഈ നിലപാട് തന്നെ തുടർന്നാൽ ADGP അതേ സ്ഥാനത്ത് തുടരുകയും അതോടൊപ്പം തന്നെ ഇതിൽ ആരോപണവിധേയരായ ബാക്കിയുള്ളവരൊക്കെയും യഥാസ്ഥാനത്ത് തുടരുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യത്തിലേക്ക് മാറുമെന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്.